കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങളും ഈ ഇടതുവിരുദ്ധരും പിണറായി വിരുദ്ധരെല്ലാവരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു വനിതാ പോലീസുകാരി ഒരു പൗരനോട് കാണിക്കുന്ന അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ, പച്ച തെറി ഒരു ഉദ്യോഗസ്ഥ വിളിച്ചിട്ട് ആ ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് ഒരു വാർത്തയും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? അപ്പോ നിങ്ങൾ ആദ്യം ഒന്ന് ദൃശ്യം കണ്ടേ. എന്തോന്നാണ് പറയണേ? എന്തോന്ന് കാണിക്കണേ? ആരെ പേടിക്കണെന്നാ? ഒരു വയലന്റും ഇല്ല. നിങ്ങൾ പോയാ ഒന്ന്. മെന്റലാണെങ്കിൽ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കല്ലേ, നിങ്ങൾ പോയി വയ്ക്കോ? കണ്ടല്ലോ. ഇനി ആരെ പേടിക്കാൻ? അതിൻ്റെ ഇടയിൽ അവർ പറയുന്നൊരു വാചകമുണ്ട്. അപ്പോൾ ഇത്രയും കാലം ആരെയോ പേടിച്ചിരുന്നു. പോലീസ് ഫോഴ്സിനകത്ത് അവർക്ക് പേടി ഉണ്ടായിരുന്നു, എന്തോ ഉണ്ടായിരുന്നു, അതങ്ങ് പോയി കഴിഞ്ഞു. ഇനി ആരെ പേടിക്കണം? ആ വാചകത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം വ്യക്തമല്ലേ? ഇത്രയും കാലം സംഘി പോലീസ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ UDF-ന്റെ കൈകളിലേക്ക് അത് വരാൻ പോകുന്നു. ആഭ്യന്തരമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റിട്ടില്ല, അതുകൊണ്ട് അത് പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പോലീസ് ഇപ്പോഴും പോലീസാണ്. അന്നത്തെ പോലീസ് ഇപ്പോൾ ആരും മാറുന്നില്ല. ചിലരെ പദവികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ആ മുഖങ്ങൾ തന്നെയാണ് ഇനിയും തുടരാൻ പോകുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ പുതിയ മുഖങ്ങൾ വരികയാണ്. 5 വർഷം കൂടുമ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. പക്ഷെ ആഭ്യന്തരമന്ത്രിയുടെ പ്രശ്നമായിരുന്നു ഈ തെറിവിളി. ഇത്രയും കാലം അങ്ങനെ എന്തെങ്കിലും സംഭവവികാസം ഏത് പോലീസുകാരൻ തെറ്റ് ചെയ്താലും കേരളത്തിലെ മാധ്യമങ്ങളും സംഘടിതമായ ഇടതുവിരുദ്ധരും കൂടി ആരെയാണ് പഴി ചാരിയിരുന്നത്? എല്ലാം പിണറായി വിജയന്റെ തെറ്റ്. കാര്യം ഏത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഴ്ചയും പിണറായിയുടെ ആഭ്യന്തരം പരാജയമായിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് പിണറായി ഇല്ല. ഒരു പോലീസുകാരി കാണിച്ച തെറിപ്പൂരം എന്ത് കാരണത്തിലാണെന്ന് അറിയില്ല, എന്ത് കാരണത്തിലായിക്കോട്ടെ, ഒരു പൗരന്റെ മുഖത്ത് നോക്കി ഇത്തരം പച്ച തെറി വിളിക്കാൻ ഒരു പോലീസുകാരിക്ക് ധൈര്യമുണ്ടാകുന്നുണ്ട്. അതിനുശേഷം അവർ പറയുകയാണ് ഇനി ആരെ പേടിക്കണമെന്ന്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാലം അവരും വീർപ്പുമുട്ടലായിരുന്നു. സ്വതന്ത്രമായിട്ട് അവർക്ക് പെരുമാറാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വീർപ്പുമുട്ടൽ.